അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി താരിഫ് പരിഷ്കരണങ്ങൾ ആഗോള വ്യാപാരത്തിൽ പുതിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ വ്യാപാര കരാറിന് നിശ്ചയിച്ച 90 ദിവസത്തെ കാലാവധി ജൂലൈ 9 അവസാനിക്കാനിരിക്കെ ഇന്ത്യൻ കാർഷിക മേഖലയെ അത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾ വർദ്ധിക്കുകയുമാണ്. ഇന്ത്യൻ കാർഷിക വിപണി പൂർണ്ണമായി തുറന്നു കൊടുക്കണമെന്നും ഇറക്കുമതി തീരുവ പൂർണ്ണമായി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നുമാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. നിലവിൽ ഇത് ഏറ്റവും കുറഞ്ഞത് 10%. അതേസമയം ജൂലൈ 9 മുൻപായി ഒരു ഇടക്കാല കരാർ ഉണ്ടാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. ഇതിനോടകം ബ്രിട്ടനുമായും ചൈനയുമായും അമേരിക്ക വ്യാപാര ധാരണകളിലെത്തി കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. 2024 അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി $8,800 കോടി ഇറക്കുമതി $4,200 കോടി ഇത് 2030 $50,000 കോടി ഉയർത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ജൂൺ 25 മുൻപേ ഇടക്കാല കരാർ പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ തിരക്കിട്ട ശ്രമങ്ങൾ നടത്തിയിരുന്നു. നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 26%, കയറ്റുമതിക്ക് 10%. തീരുവ. കൃഷി, ക്ഷീരമേഖലകളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതിക്ക് മിനിമം തുക നിശ്ചയിക്കുക, ക്വാട്ട ഏർപ്പെടുത്തുക എന്നിവയാണ് ഇന്ത്യ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇറക്കുമതി അളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വ്യവസ്ഥകൾക്ക് സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ദീർഘകാലം നിലനിൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക ആഗ്രഹിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഇറക്കുമതി നിയന്ത്രണങ്ങൾ എടുത്തു കളയുക, കാർഷിക വിപണി പൂർണ്ണമായും തങ്ങൾക്ക് തുറന്നു കൊടുക്കുക, കാർഷിക മേഖലയിൽ സർക്കാർ നിയന്ത്രണം പാടില്ല എന്ന് ഉറപ്പാക്കുക, അമേരിക്കയും ഇന്ത്യയും ഒരേ തീരുവ ഏർപ്പെടുത്തുക, ഇന്ത്യയിലെ അമേരിക്കൻ കമ്പനികളുടെ നികുതി ലഘൂകരിക്കുക എന്നിവ ഉൾപ്പെടുന്നു. അമേരിക്കയുമായി ചേർന്ന് അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ മുൻപ് ചെയ്ത കാര്യങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ മരുന്നുകളുടെ വില 3 ഇരട്ടിയായി വർദ്ധിച്ചത് നമുക്ക് മുന്നിലുള്ള ഒരു അനുഭവമാണ്. കാർഷിക വിഷയത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയാണ്. അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ശരാശരി തീരുവ 5.3% ആയിരിക്കുമ്പോൾ ഇന്ത്യയിൽ കർഷകരെ സംരക്ഷിക്കാൻ 150% വരെ താരിഫ് നിരക്കുകളുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ശരാശരി ഇറക്കുമതി തീരുവ 37.7%. അമേരിക്കൻ കർഷകന്റെ ശരാശരി കൃഷിഭൂമി 46 ഹെക്ടർ ആണെങ്കിൽ ഇന്ത്യൻ കർഷകന്റെ ശരാശരി കൃഷിഭൂമി 1 ഹെക്ടറിൽ താഴെ മാത്രമാണ്. അമേരിക്കയിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതി സാധനങ്ങളിൽ ബദാം, വാൾനട്ട്, പിസ്ത, ആപ്പിൾ, പയർ, സിന്തറ്റിക് റബ്ബർ, ക്ഷീരോൽപ്പന്നങ്ങൾ, പരുത്തി, ചോളം, ഗോതമ്പ് എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി സാധനങ്ങൾ, അതായത് അരി, ചെമ്മീൻ, തേൻ, പച്ചക്കറി സത്ത്, ആവണക്കെണ്ണ, കുരുമുളക് തുടങ്ങിയവയാണ്. അമേരിക്കയിലെ കാർഷിക മേഖല ഹൈടെക്കും വാണിജ്യവൽക്കരിച്ചതുമാണ്. എന്നാൽ ഇന്ത്യയിലെ കൃഷി ഗ്രാമീണ കർഷകന്റെ ഒരു ഉപജീവന മാർഗമാണ്. അമേരിക്കയിൽ കർഷകർക്ക് വൻ സബ്സിഡികൾ നൽകി സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമ്പോൾ ഇന്ത്യയിൽ ചെറുകിട കർഷകന് സംരക്ഷണമോ നിക്ഷേപ ശേഷിയോ ഇല്ല. സ്വകാര്യ മേഖലയുടെ 6% നിക്ഷേപം മാത്രമാണ് കൃഷിയിലുള്ളത്. ജലസേചന സൗകര്യങ്ങളുടെ അഭാവവും ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ പ്രധാന പ്രശ്നമാണ്. അമേരിക്ക ലോക വ്യാപാര കരാറിലെ നിബന്ധനകൾ പലപ്പോഴും പാലിക്കാറില്ല. ചീസിന് വില കുറഞ്ഞപ്പോൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങി സംഭരിച്ച് കടലിൽ ഒഴുക്കിയ സംഭവം ഇതിന് ഉദാഹരണമായി തന്നെ കാണാം. അമേരിക്കൻ കർഷകരെ രക്ഷിക്കാൻ കാർഷിക വിഭവങ്ങളുടെ വില നിലനിർത്തുന്നതും കയറ്റി അയക്കുവാൻ വ്യഗ്രത കാണിക്കുന്നതും അവയുടെ കാർഷിക നയത്തിന്റെ പ്രതിഫലനമാണ്. 2014 നടപ്പിലാക്കിയ ഫാം ബില്ലിന്റെ മറവിലാണ് വലിയ സബ്സിഡികൾ അമേരിക്ക നൽകുന്നത്. കാർഷിക താരിഫ് കുറയ്ക്കുവാനും താങ്ങുവില കുറയ്ക്കുവാനും ജനിതക മാറ്റം വരുത്തിയ വിളകളും പാൽ ഉൽപ്പന്നങ്ങളും നികുതി കുറച്ചും നികുതി രഹിതമായും ഇറക്കുമതി ചെയ്യാനും കരാർ ഒപ്പിട്ടാൽ ഇന്ത്യയിലെ കർഷകനെ അമേരിക്കയ്ക്ക് മുന്നിൽ ആവശ്യമില്ലാതെ വെടിവെക്കാൻ പിടിച്ചു കൊടുക്കുന്നത് പോലെയായിരിക്കും ഫലം. പുതിയ കരാർ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള മേഖലകൾ നമുക്കൊന്ന് നോക്കാം. ക്ഷീരമേഖല നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇറക്കുമതി അനുവദിച്ചാൽ 90% വരുന്ന ഗ്രാമീണ കർഷകന്റെ ജീവിതം ദുരിതത്തിലാകും. RCEP കരാറിൽ ഒപ്പിടുവാൻ കർഷക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ഇന്ത്യ മുതിർന്നില്ല. ലോകത്ത് പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ചൈനയുമായി ഈ കാര്യത്തിൽ അവർക്ക് തർക്കങ്ങളുമുണ്ട്. ഇന്ത്യയിലേക്ക് പാൽപ്പൊടിയും പ്രോട്ടീൻ നീക്കം ചെയ്ത മുട്ടപ്പൊടിയും വേറെ വിധത്തിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ വിപണി കീഴടക്കാൻ ഒരു സാധ്യതയുമുണ്ട്. മറ്റൊന്ന് ഗോതമ്പം, ചോളം, സോയാബീൻ എന്നിവയാണ്. 2014 അമേരിക്കൻ സമ്മർദ്ദത്തിൽ ഗോതമ്പിന്റെ ഇറക്കുമതി ചുങ്കം കുറച്ചത് ഇന്ത്യൻ വിപണിയെ കുഴപ്പത്തിലാക്കിയിരുന്നു. താരിഫ് കുറച്ചാൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർഷകന്റെ അവസ്ഥ ദയനീയമാകും.
2020 ജൂണിൽ ഇറക്കുമതി തീരുവ കുറച്ച് ചോളം അമേരിക്ക വലിയ തോതിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ന് വിപണി അവരുടെ കൈവശമാണ്. ഇത് ചോള കൃഷി ഇന്ത്യയിൽ താമസിയാതെ നിലച്ചു പോകാൻ ഇടയാക്കും. സോയാബീൻ എണ്ണ ചൈനയിലേക്കായിരുന്നു അമേരിക്ക കൂടുതലായി അയച്ചിരുന്നത്. ചൈന തടഞ്ഞതിനാൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സമ്മർദ്ദമുണ്ടാകും. ഇതിന്റെ ഫലം പാമോയിലും സോയാബീനും വന്ന് ഇന്ത്യയിലെ തേങ്ങ ഉൾപ്പെടെയുള്ള എണ്ണക്കുരുക്കളുടെ വില ഇടിയുന്നതായിരിക്കും. ആപ്പിൾ, ബദാം ഇവയുടെ തീരുവ കുറച്ചാൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ പ്രദേശങ്ങളിലെ കർഷകർ പ്രതിസന്ധിയിലാകും. പയറുവർഗ്ഗങ്ങളുടെ കാര്യം നോക്കിയാൽ പയറുവർഗ്ഗ കർഷകരെ സംരക്ഷിക്കാൻ 2018 ഇന്ത്യ ഇറക്കുമതി തീരുവ കൂട്ടിയിരുന്നു. കടലയ്ക്ക് 70%, മറ്റുള്ളവയ്ക്ക് 50% ആക്കിയപ്പോൾ ഇന്ത്യൻ ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിച്ചു. ഇതിൽ കുറവുണ്ടായാൽ ഈ മേഖലയും പ്രശ്നത്തിലായിരിക്കും. മറ്റൊന്ന് പരുത്തിയാണ്. WTO വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക പരുത്തിക്ക് വൻ സബ്സിഡി നൽകി കയറ്റുമതിയിൽ ലോകത്ത് 1ാം സ്ഥാനം നേടി. എന്നാൽ ഉൽപാദനത്തിൽ ഇന്ത്യ 1ാമതാണ്. പരുത്തിയെ കാർഷികോൽപ്പന്നമായി WTO-യിൽ നരസിംഹറാവു ഉൾപ്പെടുത്തിയതിനാലാണ് പരുത്തി കർഷകർ ഇന്നും നിലനിൽക്കുന്നത്. നികുതി കുറച്ചാൽ കർഷക ആത്മഹത്യകളായിരിക്കും ഫലം. കോഴിക്ക് 100% ഇറക്കുമതി തീരുവയായിരുന്നത് 26%ആക്കി. ഇനി അതും ഇല്ലാതാക്കാനാണ് ശ്രമം. കോഴിയുടെ തുടയിറച്ചി അമേരിക്കയിൽ താല്പര്യമില്ലാത്തതിനാൽ അതും മുട്ടയും കയറ്റുമതിക്കായിരിക്കും അവരുടെ നീക്കങ്ങൾ. പഞ്ചസാരയുടെ ഇറക്കുമതി തീരുവ 100%ആണ്. അസംസ്കൃത പഞ്ചസാര ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. ഇതിന്റെ ഇറക്കുമതി തീരുവ 26%ആണ്. ഇത് 0ആക്കിയാൽ ഡക്കാൻ പീഠഭൂമിയിലെ കർഷകർ പെരുവഴിയിലാകും. സിന്തറ്റിക് റബ്ബർ നികുതിരഹിതമായി ഇറക്കുമതി ചെയ്താൽ സ്വാഭാവിക റബ്ബറിന്റെ വിലയിലും വൻ തിരിച്ചടികൾ ഉണ്ടാകും. കേരളത്തിലെ ചെറുകിട കർഷകനെ ഭയപ്പെടുത്തുന്ന ഒന്നാണിത്. വിത്തുകളുടെ നിയന്ത്രണവും പാറ്റന്റുകളും കരാറിന്റെ ഭാഗമാക്കിയാൽ അമേരിക്കൻ ആഗോള കുത്തകകളിലേക്ക് ഇന്ത്യയിലെ പരമ്പരാഗതമായ കൃഷിയെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നതിന് തുല്യമാകും. ഉരുളക്കിഴങ്ങ് കർഷകനെ രാജ്യാന്തര കുത്തകകൾ കോടതി കയറ്റിയ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. പുത്തൻ കരാറിന്റെ ഉള്ളുകള്ളികൾ നമുക്കറിയില്ല. കേന്ദ്ര സർക്കാർ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കരാറുകളും കർഷക ദ്രോഹപരമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. പുതിയ കരാർ എങ്ങനെയായിരിക്കുമെന്ന് ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കർഷക സംഘടനകൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇവയെല്ലാം രഹസ്യമാക്കി വച്ചിരിക്കുകയാണ്. അമേരിക്കൻ വാണിജ്യ കർഷകരോട് ഇന്ത്യൻ ചെറുകിട കർഷകർക്ക് മത്സരിക്കാനാവില്ല. അമേരിക്കൻ കർഷകന് ഇത് ബിസിനസ് ആണെങ്കിൽ ഇന്ത്യൻ കർഷകന് കൃഷി അവന്റെ നിലനിൽപ്പാണ്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കർഷകൻ പോലും ഇറക്കുമതി താരിഫിന്റെ പ്രശ്നത്തിൽ കഷ്ടത്തിലായിരിക്കും. സ്വതന്ത്ര വ്യാപാര കരാർ എന്നാൽ വെറും താരിഫ് പരിഷ്കരണങ്ങൾ മാത്രമല്ല. സേവനങ്ങൾ, നിക്ഷേപം, ബൗദ്ധിക സ്വത്തവകാശം, ഉത്ഭവ നിയമങ്ങൾ, ഡിജിറ്റൽ വ്യാപാരം, തൊഴിൽ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, നഷ്ടപരിഹാര മാർഗങ്ങൾ, സബ്സിഡികൾ തുടങ്ങിയവയെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവയൊക്കെ സങ്കീർണവും കുഴപ്പം പിടിച്ചതുമാണ്. സംസ്ഥാന സർക്കാരിന്റെ WTO സെൽ ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നതും ചോദ്യമാണ്. ഇത്തരം കരാറുകളുടെ മറവിൽ ആഭ്യന്തര വിപണി മാത്രമല്ല അമേരിക്കയുടെ ലക്ഷ്യം. സർക്കാർ സംഭരണം, ബൗദ്ധിക സ്വത്തവകാശം തുടങ്ങിയ ചതിക്കുഴികളിൽ ഇന്ത്യയെ വീഴ്ത്തി ഇന്ത്യൻ കർഷകരെ പാപ്പരാക്കും. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പ്രതികരിക്കുവാനും കർഷകരെ പ്രബുദ്ധരാക്കുവാനും രാഷ്ട്രീയ നേതൃത്വവും ജനപ്രതിനിധികളും ഉണർന്നേ മതിയാകൂ. അല്ലെങ്കിൽ ഇന്ത്യ ഇതുവരെ ഉണ്ടാക്കിയ കാർഷിക വിപ്ലവത്തിന്റെ ഫലങ്ങളെ തല്ലി തകർത്ത് ഇന്ത്യൻ കർഷകരെ അടിമകളും പണിക്കാരും ആക്കുവാനുള്ള അമേരിക്കൻ കുതന്ത്രങ്ങളെ ചെറുക്കുവാൻ നാം തയ്യാറാകണം. അതിന് ജനകീയ മുന്നേറ്റം അനിവാര്യം തന്നെയാണ്. ഇത് കർഷകന് ജീവിക്കാനുള്ള കർഷകന്റെ ചെറുത്തുനിൽപ്പാണ്.